2002 ലൂയിസ് ഫിലിപ്പെ സ്കൊളാരിയുടെ നേതൃത്വത്തിൽ ലോകകപ്പ് നേടിയതിനു ശേഷം ബ്രസീലിയൻ താരം റിവാൾഡോ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സെൽസാവോ ഞങ്ങളുടേതാണ്. ഞരമ്പുകളിൽ ബ്രസീലിയൻ രക്തമൊഴുകുന്നവർ മാത്രമായിരിക്കണം അതിൽ നയിക്കപ്പെടേണ്ടത്. ഈ പ്രസ്താവനയ്ക്ക് ശേഷം 9 ബ്രസീലിയൻ കോച്ചുകളാണ് ബ്രസീലിനെ നയിക്കാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ അവർക്കൊന്നും അവരുടെ മുൻഗാമികളായിരുന്ന മരിയോ സഗല്ലോ, വിൻസെന്റ് ഫിയോളോ, അമേറോ മുട്ടാറ, കാർലോസ് ആൽബർട്ടോ, സ്കലോറി എന്നിവരുടെ വിജയപാതയെ പിന്തുടരുവാൻ സാധിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. വർഷങ്ങൾ ഇത്രയേറെ കഴിഞ്ഞിട്ടും ബ്രസീൽ നാഷണൽ ടീമിൻ്റെ ഈ ഭ്രാന്തമായ വിശ്വാസത്തെ മാറ്റിയെടുക്കുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതേസമയം ബ്രസീലിലെ പല വലിയ ക്ലബ്ബുകളെയും നയിച്ചിരുന്നത് പോർച്ചുഗീസ് അർജന്റീനൻ കോച്ചുകളായിരുന്നു. ഈ സാഹചര്യത്തിലേക്കാണ് 200 കോടി ബ്രസീലിയൻ ജനങ്ങൾക്കും നിരവധി ആരാധകർക്കും പ്രതീക്ഷയേക്കിക്കൊണ്ട് വർഷങ്ങളായി നിലനിന്നിരുന്ന അഭ്യൂഹങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും വിരാമം കുറിച്ചുകൊണ്ട് അയാൾ ബ്രസീൽ ടീമിൻ്റെ പുതിയ മാനേജറെ സ്ഥാനമേൽക്കുന്നത്. അതെ, സാക്ഷാൽ ഡോൺ കാർലോ ആൻചെലോട്ടി. 1 നൂറ്റാണ്ടിന് ശേഷം ബ്രസീലിയൻ ഫുട്ബോൾ ടീമിന് ആദ്യമായി ഒരു വിദേശ പരിശീലകൻ. എന്നാൽ ആ പ്രഖ്യാപനത്തിന് ചുറ്റും വിമർശനങ്ങളും വിശ്വാസക്കുറവും പതഞ്ഞു പൊങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷനും യഥാർത്ഥ ഫുട്ബോൾ ആരാധകരും അയാളെ വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് കാർലോ ആൻചെലോട്ടി ബ്രസീലിലെ അയാളുടെ വിജയപാരമ്പര്യം തുടരുമെന്ന് അവർ വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്? ഡോൺ കാർലോ എക്കാലത്തും ഒരു സിസ്റ്റത്തിൽ മാത്രം ഉറച്ചു നിന്നിരുന്ന ഒരു പരിശീലകനായിരുന്നില്ല. അദ്ദേഹം ടീമിലെ താരങ്ങളെല്ലാം നിരീക്ഷിച്ച് അതിനനുസരിച്ചുകൊണ്ട് ഫോർമേഷൻ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒരു പരിശീലകനായിരുന്നു. ഉദാഹരണത്തിന് AC മിലാനിൽ പിർലോ, കക്ക, സിഡോൾഫ് എന്നിവരെ മുൻനിർത്തിയുള്ള 4-3-1-2 എന്ന ഡയമണ്ട് ഫോർമേഷൻ, ചെൽസിയിൽ ഡ്രോഗ്ബ, ലംപാർഡ്, മൈക്കോൺ, നെസിയൻ എന്നിവരിലൂടെയും കളിമനയുന്ന 4-3-3 ഫോർമേഷൻ. റയൽ മാഡ്രിഡിലാകട്ടെ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത സമീപനങ്ങൾ. ആദ്യ സീസണായ 2013-15 കാലഘട്ടത്തിൽ സാബി അലോൺസ, മോഡ്രിച്ച്, ഡിമരിയ തുടങ്ങിയവരിലൂടെയും 2021 ക്രൂസ്, മോഡ്രിച്ച്, കാസ്മിറോ തുടങ്ങിയ മിഡ്ഫീൽഡ് ട്രയങ്ങളിലൂടെയും 2023-24 ജൂഡ് ബെല്ലിംഗ്ഹാമിൽ ലക്ഷ്യം വെച്ചുള്ള ബോക്സ് ടു ബോക്സ് ഫോർമേഷനിലൂടെയും അയാൾ കളിയെ മാറ്റിയെടുക്കുന്നതായി കാണാമായിരുന്നു. ആ കാലയളവിൽ ജൂഡ് ബെല്ലിംഗ്ഹാം 36 ഗോളുകൾ നേടുകയും 2 ലാ ലീഗ കിരീടങ്ങളും ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ഉൾപ്പെടെ റയലിന് സമ്മാനിക്കുകയും ചെയ്തു. ഈ വിജയങ്ങളുടെ എല്ലാം ടാക്ടിക്കൽ ബ്രില്യൻസ് ഡോൺ കാർലോയുടെ മാത്രമാണ്. ഇത്തരത്തിൽ പ്ലേയേഴ്സിന് ആവശ്യമുള്ള അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫോർമേഷനാണ് ഇപ്പോൾ ഈ സമകാലിക ബ്രസീലിന് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഡോൺ കാർലോയുടെ മാറ്റം ഇത്രയും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇത്തരത്തിൽ പ്ലേയേഴ്സിന് മൈതാനത്ത് ആവശ്യമായ നിർദ്ദേശങ്ങളും സ്വാതന്ത്ര്യം അനുവദിക്കുന്ന കോച്ചിനെയാണ് ബ്രസീലിൻ്റെ ജോഗോ ബൊണിറ്റോ സംസ്കാരത്തിന് ഇന്ന് ആവശ്യമുള്ളത്. ഇപ്പോഴത്തെ മികച്ചവരും ഭാവിയിൽ ഇതിഹാസങ്ങളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടേണ്ടവരുമായ വിനീഷ്യസ്, റാഫിനോ, എസ്റ്റാവോ, റിച്ചാർലിസൺ, ആൻ്റണി, എൻറിക്, പക്കറ്റോ, ബ്രൂണോ ഗുമറസ്, മാർട്ടിനെല്ലി പോലുള്ള താരങ്ങൾക്ക് കളിക്കളത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ, അവരുടെ വ്യക്തിഗത കഴിവുകൾക്ക് അടിസ്ഥാനമാക്കിയുള്ള മേൽനോട്ടം, ആത്മവിശ്വാസം എന്നിവ നൽകുന്നതിലൂടെ കാർലോയ്ക്ക് ലക്ഷ്യം നേടാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. സൂപ്പർ താരങ്ങളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടെന്ന് ഓരോ കാലഘട്ടത്തിലും കാർലോ തെളിയിച്ചുകൊണ്ടേയിരുന്നു. ബ്രസീൽ നാഷണൽ ടീം എന്നാൽ എക്കാലത്തും പ്രതിഭാസമ്പന്നമായിരിക്കും. ഓരോ കാലത്തും ഓരോ കാലഘട്ടത്തിലും അവർ പുതിയ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സ്വഭാവമുള്ള എന്നാൽ പ്രതിഭാസമ്പന്നരായ ഈ താരങ്ങളെ മാനേജ് ചെയ്യാനുള്ള കഴിവ് ഒരു പരിശീലകന് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പോലും കാർലോ ആൻചെലോട്ടിക്ക് ആ മികവ് കൂടുതലാണെന്ന് ചരിത്രം പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. കഴിവുള്ളവർക്ക് നിർദ്ദേശം നൽകുവാനും അവരെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഏകോപിപ്പിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ കഴിയുമെന്നത് കാർലോ എന്ന പരിശീലകൻ്റെ 25 വർഷത്തെ പരിചയസമ്പത്തിൻ്റെ ശക്തി കൂടിയാണ്. ബ്രസീൽ ടീമിലേക്ക് ക്ഷണിക്കപ്പെടുന്നതിന് മുന്നേ അയാൾ പരിശീലിപ്പിച്ചിരുന്നവരുടെ കുറച്ച് പേരുകളൊന്ന് നമുക്ക് ഓർത്തെടുക്കാം.
ബെക്കാം, സിദ്ധാൻ, കക്ക, ക്രിസ്റ്റിയാനോ റൊണാൾഡോ, ഇബ്രാഹിമോവിച്ച്, ഡ്രോഗ്ബ, വിനീഷ്യസ്, മോഡ്രിച്ച്, ബെല്ലിംഗ്ഹാം, ക്രൂസ്, കാസ്മിറോ, റാമോസ്, അങ്ങനെ നീണ്ടുപോകുന്നതാണ് ആ വലിയ പട്ടിക. എന്നാൽ ആ താരങ്ങളിൽ ആരുമായും തൻ്റെ പരിശീലക കാലയളവിൽ തർക്കങ്ങളോ അസഹിഷ്ണുതയോ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നതും കാർലോ എന്ന പരിശീലകൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെയായിരുന്നു. മാത്രമല്ല, മോശം ഫോമിലൂടെ കടന്നു പോകുന്ന താരങ്ങൾക്ക് കൃത്യമായ ഉപദേശം നൽകിയും കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള അവസരവും നൽകിയും തിരിച്ചു വരാനും അയാൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു. കാർലോ തൻ്റെ താരങ്ങൾക്ക് മേൽ വെച്ചിരുന്ന വിശ്വാസമായിരുന്നു ഈ തിരിച്ചുവരവുകൾക്കെല്ലാം അടിസ്ഥാന കാരണം. ഉദാഹരണത്തിന്, റയൽ മാഡ്രിഡിൻ്റെ ആദ്യ നാളുകളിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഫിനിഷിംഗ് വളരെ മോശമായിരുന്നു. വിനീഷ്യസിന് പാസ് നൽകരുതെന്നും ബെൻസിമ പറയുന്നത് പോലും നമ്മളിൽ പലരും കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതാണ്. മോശം ഫിനിഷറായി തുടങ്ങിയ കരിയറിൽ നിന്നും ഇപ്പോഴത്തെ വിനിയിലേക്കുള്ള യാത്ര ആ മാനേജറുടെ വിശ്വാസത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും വിജയം തന്നെയാണ്. അവസരം കിട്ടിയാൽ പരമാവധി 2 ടച്ചുകൾ എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ഉപദേശത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ വേൾഡ് ക്ലാസ് വിനീഷ്യസ് ജൂനിയർ. തീർച്ചയായും ഈ കാലഘട്ടത്തിലെ ബ്രസീൽ ടീമിനും താരങ്ങൾക്കും ഇപ്പോൾ ആവശ്യമുള്ളത് ആ വിശ്വാസവും ആ നിർദ്ദേശങ്ങളുമാണ്. പരിക്ക് മാറി തിരിച്ചു വരുന്ന നെയ്മർ ജൂനിയറിനും റോഡ്രിഗോയ്ക്കും വിനി, എൻട്രിക്, ആൻ്റണി, റാഫിനോ തുടങ്ങിയവർ ഉൾപ്പെടുന്ന ഏറ്റവും പുതിയ തലമുറയ്ക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യമുള്ളത് അവരെ നിയന്ത്രിക്കുന്നവരെയല്ല, മറിച്ച് അവരുടെ കഴിവുകളെ അറിഞ്ഞ് മൈതാനത്ത് സർവ്വ സ്വാതന്ത്ര്യം നൽകുന്ന, കൃത്യമായ ഡയറക്ഷൻസ് നൽകുന്ന മെൻഡർമാരെയാണ്. ആ മെൻഡർഷിപ്പ് നൽകാൻ ഏറ്റവും അനുയോജ്യൻ ഡോൺ കാർലോ തന്നെയാണ്. ഒരു അന്താരാഷ്ട്ര കിരീടം നേടണമെന്നുള്ള കാർലോ ആൻസലോട്ടിയുടെ അതിയായ ആഗ്രഹം. കിരീട നേട്ടങ്ങൾ അയാൾക്കെന്നും പുത്തരിയല്ലല്ലോ. 25 വർഷത്തെ മാനേജർ പദവിയിൽ അയാൾ നേടാത്ത കിരീടങ്ങളും ഇല്ലല്ലോ. പ്രീമിയർ ലീഗ്, ലാ ലീഗ, ബുണ്ടസ് ലീഗ, സിറിയ, ലീഗ് 1 ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ പ്രധാന ലീഗുകളിലും അയാൾ കിരീടം നേടിയിട്ടുണ്ട്. ഒപ്പം 5 തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ അയാൾ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുള്ളായ ക്ലബ് കോച്ച് എന്ന ബഹുമതിയിൽ വിരാജിക്കുന്നുണ്ട്. എന്നിരുന്നാലും പക്ഷേ അയാൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു കിരീടമില്ല എന്നതും സത്യമാണ്. മാനേജർ കരിയറിൻ്റെ അസ്തമയത്തിലേക്ക് പോകുന്നതിന് മുന്നേ അങ്ങനെ ഒരു കിരീടം കൂടി തൻ്റെ പേരിലേക്ക് എഴുതി ചേർക്കുവാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2026-ലോ 2030-ലോ ബ്രസീലിനൊപ്പം അയാൾ ആ ലോകകപ്പ് നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാനവും നടന്നേക്കാം. 1994-ൽ അദ്ദേഹം ഇറ്റലിയുടെ അസിസ്റ്റൻറ്റ് കോച്ചായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് ആ കൊല്ലത്തെ വേൾഡ് കപ്പ് ഫൈനലിൽ ഇറ്റലി നേരിട്ടത് ബ്രസീലിനെയായിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ ഇറ്റലിയെ 3-2 തോൽപ്പിച്ച് ബ്രസീൽ അക്കൊല്ലത്തെ ലോകകപ്പ് ഉയർത്തുകയും ചെയ്തു. അതിനേറെ വർഷങ്ങൾക്ക് ഇപ്പുറവും അന്താരാഷ്ട്ര ലെവലിൽ ഒരു കപ്പ് നേടണമെന്ന ആഗ്രഹവുമായിട്ടാണ് അയാൾ ബ്രസീലിൻ്റെ പരിശീലന സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതൊരു നിമിത്തമായി തുടരുന്നുണ്ട്. ഒരു മോശം കാലഘട്ടത്തിലൂടെ തന്നെയാണ് ബ്രസീൽ ഫുട്ബോൾ ഇക്കാലങ്ങളിൽ കടന്നു പോകുന്നത്. 2026 ലോകകപ്പിലേക്ക് അവർക്കിതുവരെ ക്വാളിഫൈ ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന പല വമ്പന്മാർക്കും നാഷണൽ ജേഴ്സിലേക്ക് വരുമ്പോൾ അതേ മികവ് പുലർത്തുവാൻ സാധിക്കുന്നില്ല. അതിനെല്ലാം പുറമെ ബ്രസീൽ ആരാധകരുടെ ഹൃദയവും ആത്മാവുമായ നെയ്മറിൻ്റെ തുടർച്ചയായ പരിക്കുകളും. അങ്ങനെ കടന്നു പോകുന്ന ബ്രസീൽ ടീമിൻ്റെ കപ്പിത്താനായി മാറുകയാണ് ഡോൺ കാർലോ. അയാൾക്കും ഇത് പരീക്ഷണ കാലഘട്ടമാണ്. റയൽ മാഡ്രിഡിൻ്റെ ഒരു മോശം സീസണിന് ശേഷമാണ് അയാൾ ബ്രസീൽ ടീമിലേക്ക് എത്തുന്നതും കൗതുകമാണ്. ഒരു മോശം സീസൺ കൊണ്ട് അയാളെ വില കുറച്ച് കാണുവാൻ സാധിക്കുകയില്ലല്ലോ. യഥാർത്ഥത്തിൽ ബ്രസീലിയൻ ഫുട്ബോളിൽ ഒരു പുതിയ യുഗത്തിന് ആരംഭം കുറിക്കപ്പെടുകയാണ്. അത് പലരുടെയും തിരിച്ചുവരവുകളുടെ കഥയായി എഴുതപ്പെടുന്ന യുഗം കൂടിയായി മാറുകയും ചെയ്യും. നാഷണൽ ജേഴ്സിയിൽ ഒളിമങ്ങുന്നു എന്ന് വിമർശനം കേൾക്കുന്ന ഓരോ താരങ്ങളുടെയും തിരിച്ചുവരവായിരിക്കും. പരിക്കുകൾ വേട്ടയാടുന്ന നെയ്മർ എന്ന സാമ്പാ നർത്തകൻ്റെ തിരിച്ചുവരവായിരിക്കും. അതൊരു പക്ഷേ അയാളുടെ അവസാന താളം കൂടിയായിരിക്കാം. വില കുറഞ്ഞവനെന്നും കളിമികവില്ലെന്നും പറഞ്ഞ് അകറ്റി നിർത്തിയ ആൻ്റണിയുടെ തിരിച്ചുവരവായിരിക്കും. മധ്യനിരയിൽ മോശമെന്നും വയസ്സായവനെന്നും പറഞ്ഞ് വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്ന കാസ്മേറയുടെ തിരിച്ചുവരവായിരിക്കും. ഒരു മോശം സീസണിന് ശേഷം ഡോൺ കാർലോയുടെയും ഡേവിഡ് കാർലോയുടെയും അവരുടെ പരിശീലക സംഘത്തിൻ്റെയും തിരിച്ചുവരവായിരിക്കും. അതിനെല്ലാം പുറമെ ഇത് ബ്രസീൽ ഫുട്ബോളിൻ്റെ തിരിച്ചുവരവായിരിക്കും. കാൽപന്തിൻ്റെ ഈറ്റിലുമെന്നും പറൂദീസിയെന്നും
തലതൊട്ടപ്പന്മാർ മുതൽ ഇങ്ങോട്ട് വിശേഷിപ്പിച്ചിരുന്ന അറിയപ്പെട്ടിരുന്ന ബ്രസീലിൻ്റെ എക്കാലത്തെയും വലിയ തിരിച്ചുവരവ്, രാജകീയ പ്രൗഢിയോടുള്ള തിരിച്ചുവരവ്. ആ തിരിച്ചുവരവിനായി വിമർശക ലോകം ഒരുങ്ങിയിരുന്നു കൊടുക്കുക. This was the worst Brazil team ever. A humiliation for the host nation. Brazil are out of the World Cup. I think it's the worst Brazilian team I've seen. Well, because they haven't got any top-class players. Brazil, the favourites, are gone. Neymar! Brazil! It's Carlos! Canarinho! In Samara! Neymar! Neymar! Forza Brazil! Canarinho in Samara!